അപ്പം ഞാൻ റെഡിയായിട്ട് നിൽക്കുന്നത് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റിന് പോകാൻ വേണ്ടിയിട്ടാണ്. ദേ അതാട്ടോ എൻഗേജ്മെൻറ്റ് നടക്കുന്ന വീട്. ഒരുത്തി ആരൂരിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാത്തിനും നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു കേട്ടോ. ഫ്രണ്ടിൻ്റെ ചേച്ചി നേരെ നമ്മളോട് പോയി വെൽക്കം ഡ്രിങ്ക് കുടിച്ചിട്ട് നേരെ സ്റ്റേജിൽ പോയി അവളുടെ അടുത്ത് നമ്മൾ കയറിയിട്ടുണ്ട്. എങ്ങനെ നടന്നോളാം, നാണോ കണ്ടില്ല, ഭയങ്കര സിഗ്മയായിട്ട് നടന്നോളൂ. ഇപ്പോൾ ദേ പൂക്കിയായിട്ട് എൻഗേജ്മെൻറ്റ് റിങ്ങോട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ചേട്ടനോടെ നിൽക്കുന്നുണ്ട്. നമ്മൾ കയറി ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം അവരെ വിട്ടിട്ട് നമ്മൾ നേരെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. നമ്മളെല്ലാവരും കൊണ്ട് സീരിയസ് ആയിട്ട് ഇതാ കാർട്ടൂൺ കാണണം. അങ്ങനത്തെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് ഒരുത്തി വന്നിട്ടുണ്ട്. നേരെ അവർ ഫോട്ടോ എടുത്ത് നമ്മൾ വീണ്ടും പോയി. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ പോയിട്ട് നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. കപ്പിൾ ഗോൾസ് എല്ലാവരും കൂടെ നിരന്നിരിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ എല്ലാം കൂടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. വന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഇരുന്നു. പിന്നെ ഫുൾ ഹോം ടൂറൊക്കെ ആയിരുന്നു. അവിടെ ഓടി നടന്ന് വീടൊക്കെ കാണായിരുന്നു. ഞാൻ വരച്ച പടമെന്ന് പറഞ്ഞിട്ട് വിശ്വാസമില്ലാതെ അപ്പൂപ്പൻ്റെ അടുത്ത് ചോദിച്ച് സത്യങ്ങളൊക്കെ അറിയുവാണ് എല്ലാം കൂടിയിട്ട്. അപ്പോഴേക്കും അമ്മ ആ വെള്ളവും ഫുഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ കുറച്ച് എൻ്റെ റൂമിൽ കിടന്നു. പിന്നെ നമ്മൾ ചേട്ടൻ്റെ റൂമിൽ പോയി കിടന്നു. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ കിടന്ന് റെസ്റ്റ് എടുക്കുമായിരുന്നു. അങ്ങനെ ആരും ഒരാളെ ഏറി കയറിയിട്ടുള്ള ശരിയാണ് ഈ കാണുന്നത്. അപ്പോഴേക്കും നമ്മൾ പ്ലാനിട്ട് നമ്മൾ അടുത്തോട്ട് എവിടെയെങ്കിലും നടക്കാൻ ചുമ്മാ പോയാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ നട്ടപ്പുറ വെയിലത്ത് നമ്മൾ ഉച്ചയ്ക്ക് ചുമ്മാ നമ്മൾ കായലിൻ്റെ അടം വരെ പോയി നടന്ന്. എല്ലാവരും ആലപ്പുഴക്കാരാണ്, എങ്കിലും ആദ്യമായിട്ട് വെള്ളവും ബോട്ടൊക്കെ കാണുന്ന നമുക്ക് എല്ലാത്തിൻ്റെ ഇരിപ്പൊക്കെ. അങ്ങനെ നമ്മൾ ഐസ്ക്രീമും വെള്ളമൊക്കെ മേടിച്ചിട്ട് അവിടെ ഇപ്പോൾ ഞങ്ങൾ കുറേ നേരം അതൊക്കെ സംസാരിച്ചിട്ട് നേരെ നമ്മൾ വീണ്ടും പെണ്ണിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പെണ്ണപ്പോൾ ആ ബ്യൂട്ടീഷ്യനെ കഴിഞ്ഞ് യാഥാർത്ഥ്യ കൊളുത്തിരിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീടുണ്ട് കേട്ടോ അടുത്ത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ഞങ്ങൾ നൈസായിട്ട് വണ്ടി കയറിയപ്പോൾ അവർ പുറകെ നടന്ന് വന്ന് അവിടെ പോയിട്ട് ആ ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാങ്ങയൊക്കെ സ്വന്തമായിട്ട് ഇട്ടുകൊണ്ട് പോകണം. പിന്നെ ഇടയ്ക്ക് മീൻകാരൻ വന്നപ്പോഴേക്കും നമ്മൾ മീൻ വരെ മേടിച്ച് കൊടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ടല്ലോ. അങ്ങനെ തിരിച്ചു നമുക്ക് ലിഫ്റ്റ് കിട്ടി. അപ്പോൾ ടാറ്റാ.